ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എനിക്ക് തോന്നുന്നു ഒരു വർഷമായില്ലേ നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി റെഗുലറായി ഇടാൻ ശ്രമിക്കാം, ഉറപ്പൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ പെറ്റ് കാർലോനെ കൊണ്ട് ഒരു സ്ഥലം വരെ പോവാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടേക്കാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും കടമക്കുടി. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഗൈസ്. ഇതൊക്കെ നമ്മളെ പോലെ തന്നെ വന്നിട്ടുള്ള പെറ്റ് പേരൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർലോനെ കൊണ്ട് കയാക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഈ പരിപാടി മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പോസം പാർട്ടി എന്ന് പറയുന്നൊരു ടീമാണ്. അവർ അടിപൊളിയാണ് കേട്ടോ. അവർ ഒരുപാട് പരിപാടീസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റോംസ് ആൻഡ് റാക്സ് ഉണ്ട്. ആൻഡ് ഈ പറയുന്ന കയാക്കിംഗ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത് സീക്രട്ട് കയാക്കിംഗ് എന്ന് പറയുന്നൊരു ടീമാണ്. അവർ കടമക്കുടി തന്നെ ഉള്ളതാട്ടോ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഈ ആദ്യം പോകുന്ന കക്ഷികളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് കൃഷ്ണേന്ദും പിറകിലിരിക്കുന്നത്, അതായത് ഈ സംഭവം കയാക്കിങ് ചെയ്യാൻ പോകുന്നത് കൃഷ്ണേന്ദുവിൻ്റെ ഹസ്ബൻഡാണ്. ഈ എടുത്തു കൊടുത്ത പപ്പി അവരുടെ പപ്പി പീച്ചസ്. അപ്പോൾ കൃഷ്ണേന്ദു ഹസ്ബൻഡൊക്കെ മുമ്പ് കയാക്കിങ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇത്തവണ അവർ ആദ്യമായിട്ടാണ്, പെറ്റായിട്ട് അവർ ആദ്യമാണ്. പക്ഷേ പീച്ചസ് ഒരു ചെറിയ പപ്പി ആയതുകൊണ്ട് അവളെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നമ്മളുടെ കാർലോനെയും അല്ലെങ്കിൽ മറ്റതുപോലത്തുള്ള ലാർജർ ബ്രീഡ് ഡോഗിനെയും നമുക്ക് ഇതുപോലെ കയാക്കിങ്ങിന് കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് ഒട്ടും കംഫർട്ടബിൾ ആവണമെന്നില്ല, മുതൽ പെട്ടെന്ന് മറിഞ്ഞു പോവാം. അപ്പോൾ അതുകൊണ്ട് ലാർജ് ബ്രീഡ് ഡോഗ്സും അതുപോലെ തന്നെ കയാക്കിങ്ങിനോട് താല്പര്യമില്ലാത്ത മറ്റ് പട്ടിക്കുട്ടന്മാരും നമ്മളിതുപോലെ ഒരു ബോട്ടിൽ കയറി നമ്മളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കാറിലോട് തൊട്ടപ്പുറത്ത് മാലയൊക്കെ ഇട്ട് കിടക്കുന്ന ആളാരാന്ന് മനസ്സിലായോ? നമ്മളുടെ ആക്ട്രസ് ഗായത്രി സുരേഷിൻ്റെ പപ്പിയാണ്. അവൻ്റെ പേര് മാധവ് എന്നാണ്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷീനെ മനസ്സിലായോ? ഇവിടെ എറണാകുളത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, നമ്മളെ റോംസ് ആൻഡ് റാക്സിൻ്റെ സ്വന്തം മോസസ് ആണ്. നല്ല പപ്പിയാട്ടോ, വളരെ പാവാണ് അവൻ. അങ്ങനെ ഇവരും നമ്മളെല്ലാവരും കൂടിയിട്ടൊരു ബോട്ടിൽ യാത്ര തുടങ്ങി. നല്ല രസമായിരുന്നു. നമ്മൾ കയാക്കിങ്ങിന് പോയ ആൾക്കാരൊക്കെ പോയതിൻ്റെ പിറകെയാണ് കേട്ടോ പോണേ, കാരണം നമുക്ക് മോട്ടോർ ബോട്ടാണ്. പിന്നെ ഈ വരുന്ന വഞ്ചി നമുക്ക് വേണ്ടി സ്വിഗ്ഗി സർവീസസ് ആണ്. അതിലാണ് നമ്മളുടെ പഴംപൊരിയും സ്ലൈസും സ്പ്രൈറ്റും വെള്ളം കുപ്പിയും ഒക്കെ ആയിട്ട് പോസം പാർട്ടിയുടെ ടീമാണ് ആ വഞ്ചി തുഴഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു രാവിലെ ഒരു 6:30-7 മണിക്ക് മുൻപ് തുടങ്ങിയ ജേണി നമ്മളൊരു 9 മണിയാകുമ്പോഴേക്കും തീർക്കണം എന്നുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മളൊരു റൗണ്ട് കറങ്ങി വന്നു. നമ്മളുടെ ഈ ബോട്ട് ഓടിച്ച ചേട്ടന്മാർ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. അത് വൈപ്പിനാണ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര കമ്പനിയായി. കാർലോ ഗായത്രീനെ നോക്കിക്കേ, ഗായത്രി കാർലോ ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്യണമെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർലോ ആണെങ്കിൽ ഭയങ്കര സോഷ്യലാണ്. കാർലോന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സ്കില്ലുള്ള ഒരാളാണ്. ചെറുപ്പത്തിൽ തുടങ്ങി നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകണോണ്ടാവും. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് റൗണ്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ വഴി കൂടെയാണ് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വന്ന വഴിയിൽ നമ്മുടെ ബോട്ടിന് പോകാനുള്ള അത്ര ഡെപ്തിൽ വെള്ളമില്ല. അപ്പോൾ നമ്മൾ വേറെ വഴി കൂടെ വന്ന് നമ്മളുടെ ആൾക്കാരൊക്കെ പകുതിക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടി. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി അവിടെ ചെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ ചിരിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ടാറ്റു പറഞ്ഞ് വീട്ടിൽ പോവാണ്.